ഹായ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ കെയർ ആണ് കേട്ടോ. എൻ്റെ ഹെയർ കെയറിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തന്നിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മുടിക്ക് മാത്രമല്ല കണ്ണിന് നല്ലൊരു ആരോഗ്യം തരുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ നമ്മുടെ മുരിങ്ങയില എന്ന് പറയുന്നത്. ഇതിൽ നല്ല ഔഷധ ഗുണങ്ങളുണ്ട്. 10ാം ക്ലാസ് വരെ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. 10ാം ക്ലാസ്സിൽ എൻ്റെ മുടി ഷോൾഡർ വരെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ അവിടുന്ന് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഹെയർ പാക്ക് തന്നെയാണിത്. നിങ്ങൾക്കിത് പാക്കായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ടർ പോലെയായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഞാനിവിടെ കുറച്ച് മുരിങ്ങയില, നമ്മുടെ ഹെയറിലേക്ക് ആവശ്യമായിട്ടുള്ള മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ ഇന്നത്തെ കഞ്ഞിവെള്ളമോ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളമാണെങ്കിൽ സാധാ നല്ലൊരു വാട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് അടിച്ചെടുത്തപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി, എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം കൂടിപ്പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് കഞ്ഞിക്കുറുക്കയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിക്കുറുക്ക തന്നെയാണ് കേട്ടോ. അത് നല്ല കഞ്ഞിക്കുറുക്കയാണ്. കണ്ടില്ല, എൻ്റെ ഇല കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, നല്ല കഞ്ഞിക്കുറുക്കയാണ് കേട്ടോ. 1-2 എണ്ണത്തിന് മാത്രമേ കേട് കണ്ടിട്ടുള്ളൂ. ഞാൻ പൊട്ടിച്ചതൊക്കെ നല്ല കഞ്ഞിക്കുറുക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഇത് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ ഫുള്ള് ഇങ്ങനെ പൊടി ആയിട്ട് ഇങ്ങനെ നിൽക്കും. ഒരു വെള്ള കളറിൽ പച്ച കളറിലൊക്കെ ആയിട്ട് നിൽക്കും. നമുക്ക് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനോ വീട്ടിലേക്ക് ഒരാൾ വന്നാലൊക്കെ ഹെയറിലേക്ക് പെട്ടെന്ന് ശ്രദ്ധിച്ചാകം നാണക്കേടാവൂലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യണതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. അതിൻ്റെ സത്ത് മൊത്തം നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ചെയ്യുന്നത്, എൻ്റെ ഹെയർ ഓയിൽ ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാണ്ട ചെയ്യണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെയറിൽ നന്നായിട്ട് ഓയിൽ ഡബിൾ ബോയിലിംഗ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് 5 മിനിറ്റ് മസാജ് ചെയ്യുക. അപ്പോൾ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാൻ സഹായിക്കും. അതിന് ശേഷം നിങ്ങൾക്കൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ഈ ഒരു പാക്ക് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് പാക്കാകുമ്പോൾ തലയിൽ ഇങ്ങനെ കിടക്കും, പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പോലെ ആകുമ്പോൾ ഇങ്ങനെ ഒലിച്ചൊലിച്ചൊലിച്ചിറങ്ങും കേട്ടോ. നിങ്ങൾക്കത് അവസാനം കാണുമ്പോൾ മനസ്സിലാവും അവസാനം സംഭവിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഹെയറിൽ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ചില യൂട്യൂബ് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ മാസ്ക് അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഹെയറിൽ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല, ആദ്യം ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കെട്ടി വെച്ചാൽ മതി എന്നൊക്കെ. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യപ്രദം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യാത്ത കാരണം മസാജ് ചെയ്തിട്ടില്ലല്ലോ ഹെയർ, അതുകൊണ്ടാണ് ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് 10, 15, 20 അരമണിക്കൂറോ നിങ്ങൾക്കിത് ഹെയറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്കിത് വെച്ചിട്ട് നിങ്ങൾക്കത് ഹെയർ വാഷ് ചെയ്ത് കളയാം. പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു യൂസ് ചെയ്യുന്നുവെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഷാമ്പു യൂസ് ചെയ്തിട്ട് കുറേ കാലം, എനിക്കിനി ഷാമ്പു യൂസ് ചെയ്യണം. ഇന്ന് ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യണമെങ്കിൽ അതൊന്ന് യൂസ് ചെയ്തിട്ട് ശേഷം നിങ്ങൾക്കത് വാഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ മുഖത്ത് ഫുള്ള് അതിൻ്റെ വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ച് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല റിസൾട്ട് കിട്ടുന്നൊരു പാക്ക് തന്നെയാണ്. മാസത്തിൽ ഒരു 5-6 വട്ടം നിങ്ങളത് യൂസ് ചെയ്താൽ മാത്രം മതി, നല്ല റിസൾട്ട് തന്നെ കിട്ടും. എൻ്റെ ഹെയർ നീളം വെക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു ഹെയർ പാക്ക് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് പിന്നെ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, +2ത്തെ എൻ്റെ ഹെയറിൻ്റെ ഫോട്ടോയും ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൻ്റെ ഫോട്ടോയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടുകയാണെന്ന് വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ, എന്ത് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിലും പുറത്ത് വെച്ച് യൂസ് ചെയ്തതുപോലെ അകത്ത് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 8ൻ്റെ പണി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ.